ഗൈസ് നമസ്കാരം. അപ്പോൾ കുറേ നാളെ ഒരു റിവ്യൂ പറഞ്ഞിട്ട് പറയാൻ നമുക്ക് പറ്റിയൊരു പടം ഇറങ്ങണം, അതാണ് സത്യം. അപ്പോൾ ഇന്നലെ പോയിട്ട് നമ്മളെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് ഒന്നും പറയാനില്ല, ഷോർട്ട് റിവ്യൂ ആണ്. കുറേ കാലത്തിന് ശേഷം മമ്മൂട്ടിൻ്റെ ഒരു ഫണ്ണി കോമഡി, തഗ് കോമഡി എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഐറ്റം, അടിപൊളി കണ്ടിരിക്കുക. വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. കാരണം അങ്ങനെ വെച്ചൊരു മാസ് മസാല പടമൊന്നുമല്ല. ഏകദേശം ഒരു ഷെർലോക്ക് ഹോംസിനെ നമ്മൾ പല പടങ്ങളിലും മലയാള പടങ്ങളിലും എല്ലാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറയുന്നില്ല, ഗൗതം മേനോൻ്റെ വേറൊരു സ്റ്റൈല് അങ്ങനെ തന്നെ പറയാം. ഇപ്പം ഗോകുൽ സുരേഷ് ആയാലും നമുക്കും എൻ്റെ എല്ലാം ഈ പ്രായത്തിലൊരു തഗ് കോമഡി ഇല്ലേ, ഇപ്പം എനിക്ക് തോന്നിയത് ഒരു ഡാഡി കൂളിലൊരു മമ്മൂട്ടിയില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ഇറങ്ങി. പിന്നെ സൂപ്പർ, വേറെ ലെവല് സാധനം, കണ്ടിരിക്കാൻ ഫണ്ണ്. മാസ് മസാല വിചാരിച്ച് പോരുത്, കഥയുണ്ട്. പിന്നെ ലാസ്റ്റ് നല്ലൊരു അത്യാവശ്യം കഥക്ക് വേണ്ട ഒരു ക്ലൈമാക്സും ഉണ്ട്, വിചാരിക്കാത്തൊരു ക്ലൈമാക്സാണ്. എൻ്റെ ഒരു ഓവറോൾ മോശമില്ലാത്തൊരു പടമാണ്. വൺ ടൈം വാച്ചബിൾ ഗ്യാരണ്ടി ആയിട്ടും പറയാം. പോയി കണ്ടോ, എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് പടം. ലാഗ് വലിയ വിചാരിക്കുന്ന ലാഗൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടിരുന്ന പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂ എല്ലാം കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഇതൊരു മമ്മൂട്ടീൻ്റെ കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ തൊമ്മനും മക്കളും ആ ലെവലിലുള്ള കോമഡിയല്ല, പക്ഷെ ഒരു ഡാഡിക്കുള്ളിലുള്ള ഒരു നൈസ് കോമഡിയല്ലേ, ആ ഒരു റേഞ്ചിലുള്ള ഒരു കോമഡി ഇതിനകത്തുണ്ട്. ജസ്റ്റ് കാണുന്ന കൂട്ടറാണെങ്കിൽ പോയി കണ്ടു നോക്കാം. ഓക്കെ ഗൈസ്.